എ.കെ.ജി. സെന്ററിന്റെ കയ്യേറ്റ ഭൂമി കേരള സർവകലാശാല തിരിച്ചുപിടിക്കും. 2 ദിവസത്തിനകം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തും. 15 സെന്റ് മാത്രമേ ഉള്ളൂ എന്നാണ് CPMന്റെ അവകാശവാദം. എന്നാൽ 55 സെന്റോളം അവരുടെ കയ്യിലുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഭൂമി അളവ് തിട്ടപ്പെടുത്താൻ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചത്. എ.കെ.ജി. സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സർവകലാശാലയുടെ ഭൂമിയാണ് എന്ന വിവാദം വരുന്നത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പാണ്. 1977 A.K. ആന്റണി സർക്കാർ എ.കെ.ജി. സ്മാരക സമിതിക്ക് ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് ഭൂമി സൗജന്യമായി വിട്ടു നൽകിയിരുന്നു. എന്നാൽ അനധികൃതമായി സർവകലാശാലയുടെ 50 സെന്റോളം ഭൂമി കയ്യേറിയതായ ആരോപണം ഉയർന്നിരുന്നു. 1984 ആരോപണം ആദ്യമായി ഉയർന്നത്. പിന്നീട് 1992 കേരള സർവകലാശാല VC-ആയ ഡോക്ടർ JV വിളനിലം അധികാരം ഏറ്റതോടെ സർവകലാശാല ഭൂമി മുഴുവനായും അളന്ന് തിട്ടപ്പെടുത്താൻ അദ്ദേഹം ഉത്തരവിട്ടു. തുടർന്ന് ഇദ്ദേഹത്തിനെതിരെ വ്യാജ ഡിഗ്രി ആരോപിച്ച് 2 വർഷം നീണ്ട സമരം ആരംഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഭൂമി അളക്കുന്ന ഉദ്യമത്തിൽ നിന്നും അദ്ദേഹത്തിന് പിന്തിരിയേണ്ടി വന്നത്. നിലവിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടക്കുമ്പോൾ CPMന്റെ അന്തിമ നിലപാട് എന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ജനം, തിരുവനന്തപുരം.